ഹലോ, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു സാധനം ഉണ്ടാക്കാൻ പോകുന്നത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അതിനാദ്യം വേണ്ടത് നമ്മൾ റോസ്റ്റഡ് സേമിയാണ് വേണ്ടത്. പിന്നെ അതിക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പ്, മുന്തിരി വേണം, അത് നിർബന്ധമാണ്. അത് കൂടെ നമുക്ക് ബദാമോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം. അതുപോലെ മിൽക്ക് മെയ്ഡ് വേണം. അതുപോലെ തന്നെ നമുക്ക് ബട്ടർ വേണം, മിൽക്ക് മെയ്ഡ്, ബട്ടർ, 2 പാക്കറ്റ് പാൽ. ഇനി 1 പാക്കറ്റ് പാലായാലും ആൾക്കാർക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ പാലിൻ്റെ അത് ഞാൻ പറയുന്നത്. ഇവിടെ ഞങ്ങൾ ഒത്തിരി ആൾക്കാരുള്ള കാരണം 2 പാക്കറ്റ് പാൽ വേണം. അത് പോരാത്തതിന് നമുക്ക് വേണ്ടത് നമ്മളുടെ പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ വേണ്ടത്. പൊടിച്ച പഞ്ചസാര വേണം. അതുപോലെ കുറച്ച് മൈദ വേണം. അതുപോലെ തന്നെ നമ്മളുടെ പാൽപ്പൊടി വേണം. ഇത്രയും സാധനങ്ങളും വേണം. റോസ്റ്റഡ് മാഗി ആയാലും റോസ്റ്റഡ് അല്ലാത്ത മാഗി നാട്ടോ എൻ്റെ വായിൽ വരുന്നത് സേമിയ ആയാലും കുഴപ്പമില്ല. നമ്മൾ ബട്ടർ ഇട്ടിട്ട് നന്നായിട്ട് ചൂടാവണം. ആദ്യം പാനിലേക്ക് നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുക. പക്ഷെ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് ചെയ്തതാട്ടോ. പക്ഷെ കഴിക്കാൻ അടിപൊളിയാണേ. ഞങ്ങളിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയപ്പോൾ അതിൽ കണ്ടിട്ട് ഞങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്. ഞങ്ങൾക്ക് അടിപൊളിയായിരുന്നു. ആദ്യം ബട്ടർ ഇട്ടിട്ട് ചൂടായതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. അതിന് മുന്നേ തന്നെ നമുക്ക് സേമിയ കിട്ടുന്നത് നമുക്ക് റോസ്റ്റഡ് അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടും പക്ഷേ ഞങ്ങൾക്ക് റോസ്റ്റ് ചെയ്തതാട്ടോ കുറച്ചും കൂടി ഇഷ്ടമായിട്ട് തോന്നിയത്. ഷുഗർ ഇല്ലാത്തവർ, ഡിസ്ക്ലെയിമർ പറയാണ്, ഷുഗർ ഉള്ളവരിത് കഴിക്കരുത്, ഒടുക്കത്ത മധുരമാണ്. ഷുഗർ ഇല്ലാത്തവർക്ക് ഇത് കഴിക്കാം. ഷുഗർ ഉള്ളവർക്ക് വേണ്ടി സ്കിപ്പ് ചെയ്തൊക്കെ ഇത് ഉണ്ടാക്കും വേണ്ട, കഴിക്കുന്നുണ്ട്. ബട്ടർ നമുക്ക് ചൂടാവുന്ന വരെ വെയിറ്റ് എന്നിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ നമുക്ക് ബദാം അതൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ഞങ്ങൾ അതിൽ ഇതുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇത് മാത്രം ഇട്ടിട്ട് നമ്മൾ ചെയ്യും. നന്നായിട്ട് വറുത്തെടുക്കണം. വറുത്തെടുത്തതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച സേമിയ ഇതിലേക്ക് ഇടണം. വരുമ്പോഴേക്കും നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച സേമിയാണ് കേട്ടോ അതിലേക്ക് ഇട്ടത്. നമുക്കതെല്ലാം റോസ്റ്റ് ചെയ്യാതെ ഇടാം. പക്ഷെ ഞങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയെന്ന് മാത്രം. ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് കൊതി തോന്നിയിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ഇല്ലേ, ആ പഞ്ചസാര കുറച്ച് ഒരു ബൗളിൽ 1/4 മതിയാവും. നന്നായി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് അത് സേമിയയിലെല്ലോടത്തും പിടിച്ച് വരുന്ന വരെ നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് പാൽപ്പൊടിയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. അല്ലാതെ ഇത് ചൂടാവുന്നവർ അങ്ങനെയൊന്നുമില്ല. മൊത്തത്തിൽ എല്ലായിടത്തും മിക്സായി കഴിഞ്ഞാൽ നമുക്ക് പാൽപ്പൊടി ആഡ് ചെയ്താൽ മതി. സൂപ്പറാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ പാൽപ്പൊടിയാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. പാൽപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് ഈ സംഭവം മാറ്റി വയ്ക്കണം. ഇത് ഫ്ലോപ്പാവുമെന്ന് വിചാരിച്ചിട്ട് തന്നെ എടുക്കണം. ഇപ്പോൾ ഫ്ലോപ്പായില്ല, അടിപൊളിയായിരുന്നു, രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് ചിരി വരികയാണ്. ഉണ്ടാക്കാനായിട്ട് ഭയങ്കരമായിരുന്നു. ഇത് നന്നായിട്ട് മിക്സ് ആവുന്നവരെ, എല്ലായിടത്തും പിടിക്കുന്നവരെ കേട്ടോ. ചൂടാവണമെന്നില്ല, അതിൽ തന്നെ എല്ലായിടത്തും പിടിക്കുന്നവരെ നന്നായി ഇളക്കി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് നമ്മളുടെ പാൽ ഒഴിച്ച് കൊടുക്കുക. പാൽ ഒഴിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2 ടേബിൾ സ്പൂൺ 2 3 ടേബിൾ സ്പൂൺ മൈദ ഒരു ഗ്ലാസ്സിലിട്ടിട്ട്
അതിൽ പാലൊഴിച്ചിട്ട് അതിൽ പാൽപ്പൊടി ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇളക്കിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അതിൽ ഒരു 3 ടീസ്പൂൺ മൈദ ഇടുക, പിന്നെ നമ്മളെ പാൽപ്പൊടി ഇടുക. എന്നിട്ട് ആദ്യം ആ മിക്സ് മാറ്റി വെക്കണം. എന്നിട്ട് ഈ പാല് നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് പഞ്ചസാര പൊടിച്ച് വെച്ചതിൻ്റെ ബാലൻസ് പഞ്ചസാര ഉണ്ടായില്ലേ, ഇല്ലയെന്നുണ്ടെങ്കിൽ വേറെ പഞ്ചസാര ചേർക്കാം. ഞങ്ങൾക്ക് ഇവിടെ ബാലൻസ് ഉള്ളതുകൊണ്ട് ആ പൊടിച്ച് വെച്ച് പഞ്ചസാര ചേർത്തു. അതുകൂടാതെ പിന്നെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന മിൽക്ക് മെയ്ഡാണ്. ചെറിയ ബോട്ടിലാണെങ്കിൽ അത് ഫുൾ ഒഴിക്കാം. അതുപോലെ ഇപ്പോൾ ഈ ഒഴിക്കുന്നത് നമ്മൾ ആ ഗ്ലാസ്സിൽ മിക്സ് ചെയ്ത് വെച്ച മൈദപ്പൊടിയാണ് കേട്ടോ. മൈദപ്പൊടി പാലും ഇതും കൂടി മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ വെച്ചല്ലോ, അതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറുകിയിട്ട് പാലൊന്ന് കുറച്ച് വെറ്റുന്ന വരെ വയ്ക്കുക. ഞങ്ങൾക്കിതൊക്കെ ആദ്യമായി ചെയ്യുകൊണ്ട് പാലൊക്കെ ബാലൻസ് വന്നു കേട്ടോ. അപ്പം നന്നായി തിളച്ച് കുറുകി വരുന്നവരെ ആക്കിയിട്ട് ഇപ്പോൾ അതിലേക്ക് ഇടുന്നത് പാൽപ്പൊടിയാണേ. പാൽപ്പൊടി അതുപോലെ മിൽക്ക് മെയ്ഡ് ഇതൊക്കെ അതിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ സെറ്റതിന് ശേഷം പാത്രം ആദ്യം മേക്കൊക്കെ മിക്സാക്കി വെച്ചില്ലേ അതാദ്യം ചേർക്കുക. അതിന് മുകളിലേക്ക് കുറേശ്ശെ പാലും കൂടിയും ചേർത്തിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിന് മുകളിലേക്ക് നമ്മൾ ഈ സെറ്റാക്കി വെച്ച സേമിയോൻ്റെ മേറ്റ നമ്മൾ ചേർത്ത് കൊടുക്കുക. വീണ്ടും അങ്ങനെ 2-3 ലെയർ റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ടൊരു 10-20 മിനിറ്റ് അടച്ച് സെറ്റാവാൻ നമ്മൾ വയ്ക്കുക. സെറ്റായി കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ ഈ സാധനം. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റും അടിപൊളിയായി തോന്നിയത് പിറ്റേ ദിവസം നമ്മൾ കഴിക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഈ സാധനം ഇന്ന് ഉണ്ടാക്കിച്ചാൽ നാളെ നമ്മൾ കഴിക്കാം. പക്ഷേ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഇഷ്ടമാവും ഇത്. മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇഷ്ടമാവും. പക്ഷേ ഞങ്ങളിതെല്ലാവരും കഴിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾ ഉണ്ടായിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ അത് ടൈറ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് ജസ്റ്റ് പുഡിങ്ങൊക്കെ പോലെ എടുത്ത് കഴിക്കാൻ പറ്റുന്നതാണ്. ഞങ്ങൾക്ക് പേഴ്സണലി പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഇഷ്ടമായി. ഇതിൻ്റെ പേരെന്താണെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ല. ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഒരു ഇത് കണ്ടു, ഞങ്ങളത് ചെയ്തു നോക്കി. പക്ഷെ ഞങ്ങൾക്ക് ഫ്ലോപ്പായില്ല. പക്ഷെ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ പാലൊന്നും കൂടിയും ഇത്ര തന്നെ പാലൊഴിക്കാതെ കുറച്ച് ഒഴിച്ചാൽ മതിയായിരുന്നു തോന്നി. പക്ഷെ എങ്ങനെയായാലും അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. എല്ലാവർക്കും ഇഷ്ടമായി. പക്ഷേ എല്ലാവരും കഴിച്ചവർക്ക് അന്ന് കഴിച്ചേക്കാട്ടിലും ടേസ്റ്റി ആയിട്ട് തോന്നിയത് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ്. അതായത് കഷ്ണമായിട്ട് നമ്മൾ കേക്കൊക്കെ മുറിച്ചെടുക്കില്ലേ, അതുപോലെയാണ്. ഇപ്പം തന്നെ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള കട്ടിയായിട്ട് ഈ പറയണേ. അത് കടന്ന് കുതിർന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഉമ്മമാക്കും ഒരുപാട് ഇഷ്ടം. ഷുഗർ ഉള്ളവർക്ക് കഴിക്കരുത്, ഷുഗർ വരാൻ ബെസ്റ്റാണ്. കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും കൊടുക്കുകയാണ്. ഇതിൻ്റെ പേരെന്താ വെച്ചാൽ അതുപോലെ അങ്ങനത്തെ ഒരു വീട് ഫ്ലോപ്പായില്ല. എല്ലാവരും ഏട്ടനും ചേച്ചി എല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ ചേച്ചിനും തലയിൽ ഉദിച്ചാൽ ഏട്ടൻ വീട് അടിപൊളിയുണ്ട് പറഞ്ഞു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഫ്ലോപ്പായി കഴിഞ്ഞ് എന്നെ പറയരുത്. ഷുഗർ ഉള്ളവർ ഉണ്ടാക്കി കഴിക്കരുത്. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് അത്രയും കട്ടി മധുരമാണ്. പിന്നെ പാൽപ്പൊടി, മിൽക്ക് മെയ്ഡ്, പഞ്ചസാര ഒക്കെ മധുരമുള്ളതല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക് യു.